ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല വലിയ ദൊട്ടലീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിലാവുമ്പം ചെറുതാണ്, ഇത് കുറച്ച് വലുതായ ദൊട്ടലി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് ഈസിയായി റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ ഈ ദൊടലി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ കൂടുതൽ അളവിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ കുറച്ച് പേരാണെങ്കിൽ ഓരോരോ കപ്പ് അളവിലെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നമ്മൾ ചോറ് വെക്കുന്ന അരി, പൊന്നിയരി 2 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെഷർമെൻറ്റ് കപ്പ് ഇല്ലെങ്കിൽ ഏത് കപ്പാണോ നിങ്ങളെടുത്തുള്ളത് ആ കപ്പിൻ്റെ അളവിനെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ല പൊന്നിയരി തന്നെ എടുക്കുക. ഇപ്പോൾ 2 കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ അളവിൽ തന്നെ 2 കപ്പ് പച്ചരിയാണ്. അപ്പോൾ ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ പച്ചരിയാണ്. നമ്മൾ ഇഡ്ഡലി റൈസൊന്നും എടുക്കാത്തതാണ് നല്ലത്. ഇതുപോലെ ഉള്ള റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരി മതിയാവും. അപ്പം കപ്പളവൊന്നും നിങ്ങൾ തെറ്റിക്കരുത്. അപ്പം നമ്മൾ ദൊട്ടലി സോഫ്റ്റായി കിട്ടില്ല. അപ്പോൾ നിങ്ങൾ 1 കപ്പിന് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് ചോറ് വെക്കുന്ന അരിയും 1 കപ്പ് പച്ചരിയും പിന്നെ ആ കപ്പിന് 1/2 കപ്പ് ഉഴുന്നുമാണ് കണക്ക്. അപ്പം ഞാനിവിടെ 2 കപ്പ് പച്ചരിയും 2 കപ്പ് പൊന്നിയരിയും എടുത്തത് കൊണ്ട് ആ കപ്പിൽ തന്നെ 1 കപ്പ് ഉഴുന്ന് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ വേറെ വേറെ പാത്രത്തിൽ തന്നെ കുതിർത്താൻ വെക്കണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഞാൻ ചെറിയൊരു സ്പൂൺ ആയതുകൊണ്ട് 2 സ്പൂൺ ഇട്ടാലേ ഒരു ടീസ്പൂൺ ആവുകയുള്ളൂ. അതുകൊണ്ട് 2 ചെറിയ സ്പൂൺ ഇട്ട് കൊടുത്തിന്. അപ്പോൾ നിങ്ങൾ 1 കപ്പിന് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്താൽ മതി. ഉലുവ കൂടുതലായാൽ കയ്പ്പ് രസം വരും. അപ്പോൾ ഞാനിവിടെ നന്നായി കഴുകി നല്ല വെള്ളം ഒഴിച്ചിട്ടാണ് രണ്ടും വേറെ വേറെ കുതിർത്തി വെച്ചിരിക്കുന്നത്. കാരണം ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊരു 5 മണിക്കൂർ മാത്രം കുതിർത്തിയെടുത്താൽ മതി. അപ്പോൾ 5 മണിക്കൂറിൽ കൂടരുത്, 5 മണിക്കൂർ മാത്രം കുതിർത്തി വെച്ച് എടുത്തിട്ട് വരാം. അപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരിയൊക്കെ ഇവിടെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉഴുന്നും നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല സോഫ്റ്റായ ദൊടലിയോ ഇഡ്ഡലിയോ എന്തും കിട്ടാൻ നമ്മൾ ഈ ഉഴുന്ന് നല്ല ഫ്ലഫിയായി അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഐസ് ക്യൂബിലാണ് അരച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ കുതിർത്തി വെച്ച വെള്ളവും കൂടി എടുക്കും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് മിക്സി ജാറിലേക്ക് ആദ്യം ഉഴുന്നും ഇട്ട് കൊടുത്തിട്ട് വെള്ളമില്ലാതെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പെട്ടെന്നൊന്നും അരഞ്ഞ് കിട്ടില്ല. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഈ കുതിർത്ത് വെച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു 2-3 ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു തവി വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഉഴുന്ന് ചൂടാവരുത്, അതുകൊണ്ടാണ് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഫ്ലഫിയായി കിട്ടണം. അപ്പം ബാക്കിയുള്ള ഐസ് ക്യൂബും ഒരു തവി വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മൾ ഉഴുന്നരക്കുന്നതിലാണ് നമ്മുടെ അപ്പം സോഫ്റ്റായി കിട്ടുന്നത്. നല്ല പഞ്ഞി പോലെ, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നത് പോലെ കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഉഴുന്ന് അരച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം ലൂസിലൊന്നും അരക്കണ്ട, ഈ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മതി. അപ്പോൾ അതേ മിക്സി ജാറിൽ തന്നെ നമുക്ക് അരിയും കൂടി അരച്ചെടുക്കാം. എന്നിട്ട് അധികം വെള്ളം ഒഴിക്കണ്ട, ഈ കുതിർത്തി വെച്ച വെള്ളം തന്നെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക.
അപ്പോൾ ഇത് 2-3 ബാച്ചായിട്ട് അരച്ചെടുക്കണം. അപ്പം നമുക്ക് 2-3 ബാച്ചായിട്ട് ഇത് മുഴുവനായിട്ടും അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ വേണം അരച്ചെടുക്കാൻ, അധികം ലൂസാവരുത്. അപ്പോൾ മുഴുവനും ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം കൂടിപ്പോവരുത്, അരയാൻ ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ ഉപ്പ് നമ്മൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ എന്തായാലും പൊങ്ങി വരുമ്പം ആവില്ല, അതുകൊണ്ട് വേറൊരു ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് മറ്റേ പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു ടൈമിലാണ് ഉപ്പിട്ട് കൊടുക്കാറുള്ളത്. കാരണം ഞാനിപ്പോൾ 11 മണിക്കാണ് ഇത് അരച്ചെടുക്കുന്നത്. 5 മണിക്ക് കുതിർത്തി വെച്ചിട്ട് 11 മണിക്കാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ആ സമയം കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. രാവിലെ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ സോഫ്റ്റ്നെസ് പോയി കിട്ടും. അതുകൊണ്ടാണ് ഈ ടൈമിൽ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൈകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്യാം. ഒരുപാട് മിക്സ് ചെയ്യണ്ട, കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് അരച്ചെടുക്കേണ്ടത്. അധികം ലൂസാവുകയും ചെയ്യരുത്, അധികം തിക്കാവുകയും ചെയ്യരുത്. അപ്പോൾ രാവിലെ ഞാൻ ഇത് ദൊഡലി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ മാവ് ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ? ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് മിക്സ് ചെയ്താൽ ഈ പൊങ്ങി വന്ന മാവ് താണ് പോയിട്ട് പിന്നെ നമുക്ക് ആ സോഫ്റ്റ്നെസ് കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ച് ആവിപ്പാത്രം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് പൊതുവേ ഇഡ്ഡലി ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതാവുമ്പോൾ വേഗം പണി തീരുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇലയിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോരോ തവിയായി ഒഴിച്ച് ആദ്യം ഹൈ ഫ്ലെയിമിലും ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 1 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ 3 മിനിറ്റ് നമ്മൾ ഒരു ദൊഡലിക്ക് വേവാനുള്ള സമയം. അപ്പോൾ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 1 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചാൽ ആവി നമ്മുടെ കൈക്ക് കയറില്ല, അല്ലെങ്കിൽ ആവി കൈക്ക് കയറിയിട്ട് കൈ പൊള്ളും. അപ്പോൾ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ നെയ്യ് തടവി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ കൊതിയാവുമ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം. ഇലയിൽ നെയ്യ് തടവാൻ മറക്കരുത്. വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും തടവാം. അപ്പോൾ എല്ലാ ഇഡ്ഡലിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഇല ഇങ്ങനെ മാറ്റി ഒഴിക്കുമ്പോൾ ഇല കീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇലയൊന്ന് മാറ്റി കൊടുത്താൽ മതി, വേറെ ഇല എടുത്താൽ മതി. ഇല ഇതുപോലെ കീറിപ്പോവും. അപ്പോൾ നമ്മൾ വേറെ ഇല വെച്ചിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി. കണ്ടില്ലേ ഈ ദൊഡലി എത്ര സോഫ്റ്റാണെന്ന്. അപ്പോൾ ചിലവർക്ക് ഈ റെസിപ്പി അറിയാമായിരിക്കും, അറിയാത്തവർക്കാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ കൊണ്ട് നമുക്കിനി ഒരു നെയ് റോസ്റ്റും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ബാറ്ററി ലൂസാക്കിയിട്ടൊന്നുമില്ല, അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ദോശ ഇട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ദോശ ചുടുന്ന തവ എത്ര വലുപ്പത്തിനനുസരിച്ചിട്ടും നമുക്ക് പേപ്പർ ദോശ പോലെ ആക്കിയെടുക്കാം. അപ്പോൾ മുകളിൽ ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ ബട്ടറൊക്കെ തടവി ഇതുപോലെ ചൂടോടെ ചുട്ട് ചൂടോടെ കഴിക്കാം. 2 രീതിയിലും നമുക്ക് ഈ ബാറ്റർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിതിൻ്റെ കൂടെ ഈസി സാമ്പാറും
പിന്നെ ചട്നിയും കൂടിയാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി പൊടിയും ഉപയോഗിക്കാം. എനിക്കിത് രണ്ടുമാണ് ഇഷ്ടം. ഇനി നമുക്ക് ബീഫ് കറീൻ്റെ കൂടെയോ ചിക്കൻ കറീൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് മുറിക്കുന്നത് കണ്ടാൽ അറിയില്ലേ ഈ ദൊട്ടലി എത്ര സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 2 റെസിപ്പിയും ഞാൻ ഇട്ടത് കൊണ്ടാണ് ഡീറ്റെയിൽ ആയി കാണിക്കാത്തത്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, സാമ്പാർ റെസിപ്പിയും ചട്നി റെസിപ്പിയും. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇപ്പം പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ അതേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.